Hey everyone, supply chain management പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന വീഡിയോ സീരീസിന്റെ 11ാമത്തെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിനെ പറ്റിയാണ് അല്ലേ? ആൻഡ് വി സെഡ് ദാറ്റ് we will start with demand planning. Okay. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിമാൻഡ് പ്ലാനിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു കോണ്ടാക്ട് സെറ്റിംഗ് ആണ്, ഓവർവ്യൂ തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ബൈ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് പ്ലാനിങ് is the process of forecasting and shaping the customer demand to operate the supply chain efficiently, reliably at the lowest cost possible. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2-3 വേർഡ്സ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ്. അപ്പൊ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻ ബ്രാക്കറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് അനാലിറ്റിക്സ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഡിമാൻഡ് എത്രയാണെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, അതിനെ ക്വാണ്ടിഫൈ ചെയ്യാണ്. ഓക്കെ, 100, 200 എന്നുള്ളൊരു ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ആൻഡ് രണ്ടാമത്തേതാണ് ഷേപ്പിംഗ് ദ കസ്റ്റമർ ഡിമാൻഡ്. ഓക്കെ, അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിഫൈബിൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മുടെ പാസ്റ്റ് അല്ലെ പ്രീവിയസ് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് അതേപോലെ ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്യും. ഓക്കെ, 100 ആണെങ്കിലും അത്രയും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു 95 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ടു ഓപ്പറേറ്റ് ദ സപ്ലൈ ചെയിൻ എഫിഷ്യന്റ്ലി, റിലയബിളി അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ് പോസിബിൾ. സോ ഈ ലോവസ്റ്റ് കോസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് ത്രൂ ഔട്ട് ദ സപ്ലൈ ചെയിൻ ഡെഫിനേഷൻ നിങ്ങൾ കാണാൻ പോകുന്ന ടേംസ് ആണ്. കാരണം എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിനിന്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? റെസ്പോൺസീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് ലോവസ്റ്റ് കോസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എൻഷുർ ദ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. അതായത് കസ്റ്റമർ ഒരു ഷോപ്പിൽ, ഒരു സ്റ്റോറിൽ വന്ന് നോക്കുമ്പോൾ ദർ ഷുഡിൻ ബി എനി സ്റ്റോക്ക് ഔട്ട്സ്. അവര് സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതിനാണ് നമ്മൾ എന്താണ് എൻഷുർ ദ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തേതാണ് ഇംപ്രൂവ് ദ ഫോർകാസ്റ്റ് ആക്യുറസി വിത്ത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഡിമാൻഡ് പ്ലാനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർകാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിന്റെ ആക്യുറസി എത്രയാണ്, ആ ആക്യുറസി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തേതാണ് ഒപ്റ്റിമൈസ് ദ സപ്ലൈ ചെയിൻ കോസ്റ്റ്. ആൻഡ് നാലാമത്തേതാണ് സപ്പോർട്ട് ബിസിനസ് പ്രോഫിറ്റ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ബിസിനസ് പ്രോഫിറ്റ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ചില സീസണിലൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രൊമോഷൻ ഇടും, അല്ലെങ്കിൽ പ്രൈസിങ് ഇടും, എക്സെട്ര അല്ലെ? അപ്പൊ നമ്മൾ ഒരു ഇയർ എൻഡ് സെയിൽസ് ഒക്കെ ആയിരിക്കും, അതൊരു പ്രൊമോഷൻ ആണ് അല്ലെ? ഈ ഇയർ എൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ പ്രൈസിങ് ഇടും. ഓൾഡ് സ്റ്റോക്ക് എല്ലാം 599 രൂപയുടെ സ്റ്റോക്ക് എല്ലാം അല്ലെങ്കിൽ അത്രയും പ്രൈസ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കുറച്ചുകൂടെ ഒന്ന് വില കയറ്റിയിട്ടിട്ട് നമ്മളൊരു 899 ആക്കിയിട്ട് ദെൻ നമ്മൾ കുറച്ച് എന്താണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പറയും 299 നിങ്ങൾക്ക് ഇത് കിട്ടും, അല്ലെങ്കിൽ ഒരു 399 നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളത് പ്രൈസ് ചെയ്യും അല്ലെ? അപ്പൊ ഇതൊക്കെ ഒരു പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്, ബിസിനസ് പ്രോഫിറ്റ് പ്ലാനിന്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഇതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ജോലിയുടെ ഡിമാൻഡ് പ്ലാനിങ്ങിനുണ്ട്. ആൻഡ് ദെൻ നമ്മൾ നോക്കുകയാണ് ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനാണ്, വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളത് പഠിക്കുന്നതായിരിക്കും. രണ്ടാമത്തേതാണ് ബിസിനസ് ഇൻസൈറ്റ്സ്. അതപ്പോൾ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് സ്ട്രാറ്റജി എക്സെട്ര അങ്ങനെ വരും. ആൻഡ് മൂന്നാമത്തേതാണ് ക്രോസ് ഫംഗ്ഷണൽ കൊളാബറേഷൻ. അത് ഇത് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സിന്റെ സൈഡിൽ നിന്ന് ഇതിന് ഓക്കെ കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ സപ്ലൈ ചെയിൻ എന്താണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എഫിഷ്യന്റ്ലി റിലീസ് ചെയ്യാൻ പറ്റും, കസ്റ്റമറിന്റെ അടുക്കലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിമാൻഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ആണ്. ഡിമാൻഡ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സെറ്റ് ആണ്, ഒരു വലിയൊരു സെറ്റ് ആണ്. ആൻഡ് ദെൻ അതിന്റെ അകത്ത് വരുന്നതാണ് ഫോർകാസ്റ്റിംഗ്, അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതേപോലെ ഷേപ്പിംഗ് ദ ഡിമാൻഡ് അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. കൊളാബറേഷൻ വിത്ത് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ആൻഡ് ദെൻ ബിസിനസ് സ്ട്രാറ്റജീസ് ഓൾസോ കംസ് അണ്ടർ ഡിമാൻഡ് പ്ലാനിംഗ് ആസ് എ സബ്സെറ്റ്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു കുക്കിംഗ് ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നിരിക്കട്ടെ, ഒരു കോക്കനട്ട് ഓയിലോ കാര്യങ്ങൾ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിമാൻഡ് പ്ലാനർ പറയുകയാണ്, ഓക്കെ നമുക്ക് ഈ മാസം 10,000 യൂണിറ്റ്സ്, 10,000 ബോട്ടിൽസ്, 1 ലിറ്ററിന്റെ ബോട്ടിൽ 10,000 എണ്ണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുകയാണ്. അതേസമയം സെയിൽസ് ടീം ഒക്കെ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തു, നമ്മൾ അടുത്ത ടീമിന് വിട്ടു, അല്ലെ അത് പബ്ലിഷ് ചെയ്യണം. അപ്പൊ സെയിൽസ് ടീം വന്നിട്ട് പറയാണ് ഇന്ന ലൊക്കേഷനിൽ ഒരു ബിഗർ റീറ്റെയിലേഴ്സ് എന്താണ് ഒരു പ്രൊമോഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം ഒരുപാട് എന്താണ് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം അവർ ഇടുന്നുണ്ട്, അപ്പൊ നമുക്കൊരു 1000 യൂണിറ്റ്സ് കൂടെ എക്സ്ട്രാ വേണ്ടി വരും എന്ന് പറയാണ്. അപ്പൊ നമ്മളുടെ ഡിമാൻഡ് എത്രയായി? 10,000 പ്ലസ് 1000 11,000 ആയി. ഓക്കെ, ആൻഡ് ദെൻ മാർക്കറ്റിംഗ് ടീം പറയാണ് ഇല്ലില്ല, നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച്, ഇത് ഡിസംബർ മന്ത് ആണ്, ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്യാമ്പയിൻസ് റൺ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്കൊരു 5% എക്സ്ട്രാ
ആണ് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം വാട്ടെവർ നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത ഡിമാൻഡിന്റെ കൂടെ ഒരു 5% കൂടെ ആഡ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ നമുക്ക് എത്രയായി? 10,000 5% എന്ന് പറയുന്നത് എത്രയാണ്? 500. അപ്പം 10,500 പ്ലസ് സെയിൽസ് ടീം പറഞ്ഞ 1000 യൂണിറ്റ് കൂടെ ആയപ്പോൾ 11,500 ആയി നമ്മളുടെ ഇപ്പോഴുള്ള ഡിമാൻഡ്. ബട്ട് ഫിനാൻസ് ടീമിനോടൊപ്പം അടുത്ത ടീം വന്നു. ഫിനാൻസ് ടീം പറയാണ്, ഇല്ല, നമുക്ക് ഇത്രയത്തിനുള്ള ബഡ്ജറ്റ് ഇല്ല, ഒരു 2% മിനിമം നിങ്ങൾ ഒരു 2% എങ്കിലും കട്ട് ചെയ്യേണ്ടി വരും, കാരണം ഇത്രയത്തിനുള്ള ബഡ്ജറ്റ് നമുക്ക് അലോക്കേറ്റ് ആയിട്ടില്ല. അപ്പം എന്ത് പറ്റും? 11,500 നിന്ന് നമ്മൾ 2% കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11,270 കിട്ടി. ഓക്കെ, അപ്പം ഈ ബഡ്ജറ്റ് അലോക്കേറ്റ് ആയില്ല എന്ന് പറയുമ്പോൾ അല്ലെ, ഓരോ മാസവും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ ആ കമ്പനി അവർ കൊടുത്തിട്ടുണ്ടാവും, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ 2% കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നത്. ആൻഡ് ദെൻ അടുത്തത് വരുമ്പോൾ അപ്പൊ അടുത്തത് പ്രൊഡക്ഷൻ ടീമിന്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ പ്രൊഡക്ഷൻ ടീം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാച്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ കുറെ മെഷീൻ ഉണ്ട്. ഓരോ മെഷീന്റെയും കപ്പാസിറ്റി അറ്റ് എ ടൈം 50 കോക്കനട്ട് ഓയിലിന്റെ ബോട്ടിൽസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കത് ഹാഫ് ഫിൽഡ് ആയിട്ട്, അതായത് 11,270 എന്ന് പറയുമ്പോൾ ഇത് 50യുടെ മൾട്ടിപ്പിൾ അല്ല, അല്ലെ? 11,250 വരെ നമുക്ക് എടുക്കാം. ഒന്നുകിൽ 11,250 അല്ലെ 11,300, അത് രണ്ട് 50യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അവരെന്താ പറയുന്നത്? പ്രൊഡക്ഷൻ ടീം എന്താ പറയുന്നത്? നമുക്ക് നമ്മളുടെ മെഷീൻ ഹാഫ് ഫിൽഡ് ആയിട്ട് ഓടിക്കാൻ പറ്റത്തില്ല, അത് നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 11,250 ഉറപ്പിച്ചോ, അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ലാസ്റ്റ് ഫൈനൽ ഡിമാൻഡ് എത്രയായി? 11,250, 11,250 നമ്മൾ എത്തി. അപ്പൊ നിങ്ങൾ നോക്കിക്കുക, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത ഡിമാൻഡ് 10,000 ആയിരുന്നു. നമ്മൾ അഗൈൻ ബാക്ക് പോവാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് 10,000. ആൻഡ് ദെൻ ബിസിനസ് ഇൻസൈറ്റ്സ്, പല ഡിപ്പാർട്ട്മെന്റ് ടീം അല്ലെ നമ്മുടെ ഇവിടുത്തെ കൊളാബറേഷൻ, നമ്മൾ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ പല ടീം നമ്മളുടെ പിക്ചറിലോട്ട് വന്നു. അവർ പറയുന്നതാണ് അവരുടെ സൈഡിൽ നിന്നുള്ള കൺസ്ട്രെയിൻസ് അല്ലെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ വന്ന് ലാസ്റ്റ് നമ്മൾ കിട്ടിയത് എത്രയാണ്? 11,250 ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത് വേഴ്സസ് ആക്ച്വലിന്റെ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു ഫോർകാസ്റ്റ് ആക്യുറസി. അതിപ്പോ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതും ഈ ഡിമാൻഡ് പ്ലാനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്, ഡിമാൻഡ് പ്ലാനിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സബ് ആക്ടിവിറ്റീസ് ഓഫ് ഡിമാൻഡ് പ്ലാനിങ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ദ ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ കളക്ഷൻ ആൻഡ് ക്ലെൻസിങ്. സോ ഡാറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്ത് ഡാറ്റ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്? ബേസിക്കലി നമ്മുടെ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ഡാറ്റ ആയിരിക്കും, അല്ലെ? എത്ര എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ പ്രീവിയസ് മന്തിൽ അല്ലെ പ്രീവിയസ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ എത്ര എണ്ണം വിറ്റുപോയെന്ന് നമ്മൾ അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗ്യാദർ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ഡാറ്റ. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിഫൈ അബ്നോർമൽ സ്പൈക്സ്. ആ പറയുന്ന ഡാറ്റയിൽ നമുക്ക് എവിടെങ്കിലും അബ്നോർമൽ ആയിട്ട് ഒരുപാട് ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ? ഇഫ് യെസ്, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ഫോർ റിട്ടേൺസ്. റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് റിട്ടേൺസ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മാസം നമ്മൾ 10,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു ആൻഡ് വിറ്റു, പക്ഷെങ്കിൽ അതിൽ 2,000 എണ്ണം റിട്ടേൺ വന്നു. അപ്പം ആക്ച്വലി നമ്മൾ പോയത് എത്രയാണ്? ജസ്റ്റ് 8,000 മാത്രമാണ്, അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് സെയിൽസ് ഡാറ്റ നോക്കിയിട്ട് 10,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തോളാൻ പറയുന്നതിലും നല്ലത് എന്താണ്? നമ്മൾ വി ഷുഡ് അഡ്ജസ്റ്റ് ഫോർ ദാറ്റ് റിട്ടേൺസ്. അതേപോലെ വൺ ടൈം ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നമുക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു കസ്റ്റമറിന്റെ അടുക്കൽ നിന്ന്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കേസസിലൊക്കെ വരുമ്പോൾ നമ്മൾ ആ പറഞ്ഞ വൺ ടൈം ഈവെന്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ ഫോർകാസ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡാറ്റ കളക്ഷൻ ആൻഡ് ക്ലെൻസിങ്. അപ്പൊ ഇത് ഒരു പക്ഷെങ്കിൽ അവരുടെ ERP സിസ്റ്റത്തിൽ നിന്നായിരിക്കും വരുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സ്പ്രെഡ്ഷീറ്റ്സ്. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ആക്യുറസി മെഷർമെന്റ്സ്. അപ്പം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ് ചോയ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതേപോലെ ട്രെൻഡ്, സീസണാലിറ്റി മനസ്സിലാക്കണം, അതും നമ്മൾ പഠിക്കും. ആൻഡ് ദെൻ ഫോർകാസ്റ്റ് ആക്യുറസി, അതായത് ആക്ച്വൽ വേഴ്സസ് പ്രെഡിക്റ്റഡ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഡിമാൻഡും അതുപോലെ ആക്ച്വൽ നടന്ന ഡിമാൻഡും എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ ആക്യുറസി നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതായിരിക്കും. അപ്പം മൂന്നാമത്തേതാണ് ബിസിനസ് ഇൻസൈറ്റ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് സെയിൽസ് ഇന്റലിജൻസ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് സെയിൽസ് ടീം പറഞ്ഞു, ഒരു റീറ്റെയിൽ സ്റ്റോറുകാര് അവർക്ക് പ്രൊമോഷൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 1000 യൂണിറ്റ്സ് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പം അതൊരു ബിഗ് കസ്റ്റമർ ഓർഡേഴ്സ്, ഏതെങ്കിലും കസ്റ്റമറിന് എടുക്കാനുള്ള ബിഗ് ഓർഡേഴ്സ്, അത് പക്ഷേ ഒരു വൺ ടൈം ഇവന്റ് ആണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സെയിൽസ് ഇന്റലിജൻസ് ഇത് വരും. ആൻഡ് രണ്ടാമത്തേതാണ് മാർക്കറ്റിംഗ് പ്ലാൻസ്, നമ്മുടെ പ്രൊമോഷൻസ്, ക്യാമ്പയിൻസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം. ദാറ്റ് കംസ് അണ്ടർ ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, അപ്പം ഇതൊരു ഫ്ലോ ആണ്. നമുക്ക് ഡാറ്റ കിട്ടുന്നു, അവിടുന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബിസിനസ് ഇന്റലിജൻസ് വെച്ചിട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ക്രോസ് ഫംഗ്ഷണൽ കൊളാബറേഷൻ, അവിടെയാണ്
അലൈൻമെന്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മൾ പറഞ്ഞു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് 2% കട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്തു. അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞത് ഞങ്ങൾക്ക് 50 ആണ് നമ്മളുടെ ബാച്ച് സൈസ്, ഹാഫ് സൈസിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഡിമാൻഡ് റിവ്യൂ മീറ്റിംഗ് വരും. അപ്പൊ അവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ സീനിയർ ആളുകൾ, മാനേജേഴ്സ് ഒക്കെ വന്നിട്ട് പറയുന്നത്. അതിപ്പോ ഈ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും അവരുടെ റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഈവൻ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ആൻ ഇമെയിൽ ഓൾസോ. നമ്മളൊരു എക്സലിൽ നമ്മൾ അത് സർക്കുലേറ്റ് ചെയ്യുന്നു, ആളുകൾ അത് പറയും, ഓക്കെ ഇത് പറ്റും ഇത് പറ്റില്ല, ഇതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻ, അങ്ങനെ പറയും. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ഫോർകാസ്റ്റ് നമുക്ക് എത്തും. അതാണ് അപ്രൂവൽ ഫോർ ഫൈനൽ ഫോർകാസ്റ്റ്. ഈ ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ പ്രൊഡക്ഷൻ വരുന്നതും ഇൻവെന്ററി വരുന്നതും ബാക്കി ലോജിസ്റ്റിക്സ് വരുന്നതെല്ലാം. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്, ഡിമാൻഡ് പ്ലാനിങ്ങിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ എപ്പോഴും നിങ്ങൾ ഡിമാൻഡ് പ്ലാനിങ് എന്ന് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണല്ലേ. എസ്പെഷ്യലി നിങ്ങൾ സപ്ലൈ ചെയിൻ കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്, നിങ്ങൾ മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യും അല്ലെ, ഡബിൾ മൂവിംഗ് ആവറേജ്, എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്, അത് ചെയ്ത് ഇത് ചെയ്ത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് ഒരു വാല്യൂവിലെത്തി അല്ലെ ആക്യുറസി കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ വെച്ചു, തീർന്നു. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഡിമാൻഡ് പ്ലാനിങ് വേഴ്സസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ സ്റ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. കാരണം ഇതാണ് ഒരു ഇനിഷ്യൽ ബേസ് ലൈൻ സെറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. നമുക്കൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പാസ്റ്റ് സെയിൽസ് ഡേറ്റ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമ്മൾ അടുത്ത മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് അത്ര ഇമ്പോർട്ടന്റ്. ബാക്കിയെല്ലാം മോർ ഓഫ് ലൈക്ക് ഫംഗ്ഷണൽ ആണ്, കോർ ഫംഗ്ഷണൽ ഏരിയാസ് ആണ്. ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയാണ് യെസ് നോ, അല്ലെങ്കിൽ അത്രയും ഇത്രയും ചെയ്യേണ്ട, കട്ട് ഡൗൺ ചെയ്യുന്ന, അത് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ പ്യൂർ എന്താണ്, അനാലിറ്റിക്സ് ആണ്. നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസ് വെച്ചിട്ട് അല്ലെ ടൈം സീരീസ് മോഡൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യും. ഈ ഒരു ബിഗർ പിക്ചർ ആണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത്. അപ്പം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് പ്ലാനിങ്ങിന്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ആൻഡ് മറ്റൊരു കാര്യം ഉള്ളത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ അപ്രൂവ്ഡ് ഫൈനൽ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് സ്റ്റിൽ ഫോർകാസ്റ്റ്. അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തേക്കുന്ന, എക്സ്പെക്ട് ചെയ്തേക്കുന്ന ഒരു ഡിമാൻഡ് മാത്രമാണ്. ആക്ച്വൽ എപ്പോഴാണ് വരുന്നത്, ആ ഒരു മാസത്തെ, ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു ക്വാർട്ടറിലെ സെയിൽസ് നടന്നു കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് എത്ര എണ്ണം മേടിച്ചു എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യും. അന്നേരമാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, ദർ വിൽ ബി ഓൾവേസ് എ ഗ്യാപ്പ്.